നമസ്കാരം. അമ്മയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ശ്വേതാ മേനോൻ. ആദ്യമായി അമ്മ ഒഫീഷ്യൽ അമ്മയായി. എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. സംഘടനയിൽ നിന്ന് പിണങ്ങിപ്പോയവരെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആരും പിണങ്ങിപ്പോയിട്ടില്ല, എല്ലാവരും സ്വന്തം കുടുംബമാണെന്നായിരുന്നു ശ്വേതയുടെ മറുപടി. തുടർന്നുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പിന്തുണയുണ്ടെങ്കിലേ തനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂവെന്നും ശ്വേത പ്രതികരിച്ചു. കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി. ഉണ്ണി ശിവപാൽ ട്രഷററാകും. ലക്ഷ്മി പ്രിയയും ജെയിൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ. സൂപ്പർ താരങ്ങൾ വിട്ടുനിന്നിട്ടും വാശിയേറിയ പോരാട്ടത്തിനാണ് ഇക്കുറി താരസംഘടനയായ അമ്മ സാക്ഷ്യം വഹിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങൾക്കും സംഘടനയിലെ പൊട്ടിത്തെറികൾക്കും അതിനു പിന്നാലെ പ്രസിഡന്റ് മോഹൻലാലിന്റെ രാജിക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ഇക്കുറി വോട്ട് രേഖപ്പെടുത്തിയത് 298 പേരാണ്. ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വനിതകൾ എത്തി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വേറിട്ടതാക്കുന്നത്. ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും സരിയു മോഹൻ, അഞ്ജലി നായർ, ആശ അരവിന്ദ്, നീന കുറുപ്പ്, കൈലാഷ്, സന്തോഷ് കീഴാറ്റൂർ, ടെനി ടോം, ജോയി മാത്യു, വിനോ മോഹൻ, ഡോക്ടർ റാണി, ഡേവിഡ് രാജ്, സിജോയ് വർഗീസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വർഷത്തെ വോട്ടെടുപ്പ് വിവാദങ്ങളാലും ആരോപണങ്ങളാലും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ശ്വേതാ മേനോനെതിരെ പരാതിയും കുക്കു പരമേശ്വരനെതിരെ ഉയർന്ന പ്രത്യേക ആരോപണങ്ങളും അതിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പിൽ മുതിർന്ന അഭിനേതാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘാടകർ മികച്ച ശ്രമങ്ങൾ നടത്തി. മോഹൻലാൽ, ജനാർദ്ദനൻ, വത്സല മേനോൻ, ശ്രീനിവാസൻ, സലീം കുമാർ, ഇന്ദ്രൻ, ശ്രീരാമൻ, മല്ലിക സുകുമാരൻ, കൊല്ലം തുളസി എന്നിവർ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. എന്നാൽ മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ, നസ്രിയ, മഞ്ജു വാര്യർ തുടങ്ങിയവർ വോട്ട് ചെയ്യാനെത്തിയില്ല. ആകെ 504 അംഗങ്ങളാണ് അസോസിയേഷനിലുള്ളത്. പോളിംഗ് ശതമാനത്തിൽ ഇത്തവണ വലിയ ഇടിവും സംഭവിച്ചു. 357 പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. അതിനാൽ തന്നെ 70% പോളിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത്. ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും 12% ഇടിവോടെ 298 പേരാണ് വോട്ട് ചെയ്തത്. 58% ഇത്തവണത്തെ പോളിംഗ്. ശ്വേതാ മേനോനെതിരെ ദേവനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനെതിരെ രവീന്ദ്രനായിരുന്നു മത്സരിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജെയിൻ ചേർത്തലയ്ക്കും ലക്ഷ്മി പ്രിയയ്ക്കുമെതിരെ നാസർ ലത്തീഫ് ആണ് മത്സരിച്ചിരുന്നത്. ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രനും ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. അമ്മയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ചേരിതിരിഞ്ഞ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സംഘടനയ്ക്കുള്ളിൽ ഉയർന്നത്. മെമ്മറി കാർഡ് വിഷയത്തിൽ പൊന്നമ്മ ബാബു, ഉഷ ഹസീന, പ്രിയങ്ക എന്നിവർ കുക്കു പരമേശ്വരനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടി എന്നോണം മാല പാർവതി അടക്കമുള്ള നടിമാർ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ പരസ്യമായ ആരോപണങ്ങളിലേക്ക് കടന്നതോടുകൂടിയായിരുന്നു വരണാധികാരിയുടെ ഇടപെടലുണ്ടായത്. ശ്വേതയ്ക്കെതിരായ കേസിലും താരങ്ങൾ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും എല്ലാ കാലത്തും അമ്മ ഭരണസമിതിയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു. അവരാരും ഇക്കുറി മത്സര രംഗത്തുണ്ടായിരുന്നില്ല. സോമനും മധുവും ഇന്നസെന്റും ഒക്കെ പ്രസിഡന്റ് ആയിരിക്കെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ ഉൾപ്പെടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ വഹിച്ചിരുന്നു. ഇന്നസെന്റിനൊപ്പം തുടർച്ചയായ 4 ടൈമിൽ മോഹൻലാലാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നത്. ഇന്നസെന്റിന്റെ മരണശേഷം കഴിഞ്ഞ 3 ടൈമിലും പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചു. ഹേമ കമ്മിറ്റി വിവാദത്തെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ അവസാന ഭരണസമിതിയെ നയിച്ചതും അദ്ദേഹമായിരുന്നു. എന്നാൽ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനി ഭാരവാഹിയാകാനില്ലെന്ന് മോഹൻലാൽ നിലപാടെടുക്കുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ അഭ്യർത്ഥന നിരസിച്ചാണ് അദ്ദേഹം തീരുമാനമറിയിച്ചത്. പേരിനെങ്കിലും അമ്മ ഭരണസമിതിയുടെ ഭാഗമായിരുന്ന മമ്മൂട്ടി ഇക്കുറി ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ താല്പര്യം കാണിച്ചെങ്കിലും പിന്നീട് പിൻവലിഞ്ഞു. അത്തരത്തിൽ സൂപ്പർ താരങ്ങൾ വിട്ടുനിന്ന തെരഞ്ഞെടുപ്പിലാണ് ഇത്തവണ ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നത്.